ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2 ടൈപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ചൂടിനും അതുപോലെ റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. മടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ പാലിൻ്റെ കട്ടി തന്നെ കൂടും. അപ്പോൾ കറക്റ്റ് 3 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാലിലേക്ക് ഇതൊന്ന് ചേർത്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ സാധാരണ ജ്യൂസിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടി കൊണ്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 ലിറ്റർ പാലിന് 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കസ്കസ് സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാഫ് ക്യാരറ്റും അതുപോലെ ഒരു ആപ്പിളും ഇതുപോലെ നന്നായി ചെറുതായി കട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ എപ്പോൾ കുടിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് സമയം മുന്നേ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഐസും അതുപോലെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസിൻ്റെ സീഡും കൂടെ ഇട്ട് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ആ മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയും അതുപോലെ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ആൽമണ്ടും അതുപോലെ പിസ്ത ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ പൊന്നിയരി ഒരു 8 മണിക്കൂർ കുതിർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊന്നിയരി കയ്യിലില്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ടും ചെയ്താൽ മതി. ഇതുപോലെ കുറച്ച് മഞ്ഞളും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ച് ടൈറ്റാക്കി എടുത്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മഞ്ഞളിടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇലയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലയുണ്ടെങ്കിൽ ഇലയെ തന്നെ നിങ്ങൾക്ക് ഇത് പരത്തിയെടുക്കാം. അതിനുശേഷം ആ ഫോയിൽ പേപ്പറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് റോൾ ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ബോളിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ നീളത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത്. ഇതിലും കുറച്ചും കൂടെ ഒന്ന് കട്ടിയിലും പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാ മാവും ഈ ഒരു സെയിം പോലെ തന്നെ പരത്തിയെടുക്കുക. കൈവച്ച് ഇതുപോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തന്നെ നല്ലോണം നീളത്തിൽ വന്നോളും. അപ്പോൾ നല്ലോണം സ്പീഡിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ ഇതുപോലെ വെക്കുമ്പോൾ കുറച്ച് കൈൻ്റെ അടിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ സ്പീഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ പാത്രം ഓൾറെഡി ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പച്ചെമ്പ്. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി അടുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ വേഗം വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഈ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് ഒന്നുകൂടെ ഒന്ന് ഒരു മഞ്ഞ കളറായിട്ട് വന്നോളും. അപ്പോൾ ഫോയിൽ പേപ്പറിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ആവി വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം മൂടി വെച്ച് ബാക്കിയുള്ളതും അതുപോലെ തന്നെ സെയിം ആയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ മാവും വേവിച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് ഓയിലിൽ ചേർക്കാനുള്ളതാണ്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയ്ക്ക് കുറച്ചൊരു തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മതി, നല്ലോണം അരയേണ്ട ആവശ്യമില്ല. ഒരു പാത്രം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിപ്പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് കോഴിപ്പിടി എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ട് വന്നോളും. അപ്പോൾ ഇത്രയാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ അരഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഓയിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് ഒന്ന് ചുവന്ന് വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ജ്യൂസിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോഴിപ്പിടി അതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നേരത്തെ അതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നല്ലോണം അരിഞ്ഞ പോലെ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ചൊരു ഒതുങ്ങിയ ആ ഒരു ടൈപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ റൂമിലുണ്ടാക്കിയത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.